നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. എം ലോറൻസിൻ്റെ സംസ്കാരത്തെ ചൊല്ലി വിവാദം മുറുകുകയാണ്. മക്കൾ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠനത്തിന് കൈമാറുന്നതിൽ നിന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമർപ്പിച്ചു. മൃതദേഹം ഇപ്പോൾ തൽക്കാലം സൂക്ഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം ഇനി എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് പരിശോധിച്ച് തീരുമാനമെടുക്കാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അനാട്ടോമി വിഭാഗം മേധാവിയായിരിക്കാം ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. ഏതായാലും ഈ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചോദ്യം വീണ്ടും ഈ സംസ്കാര ചടങ്ങിൽ ഉയരുകയാണ്. എം ലോറൻസ് ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു എം ലോറൻസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വിശ്വാസക്കുരുക്കിലേക്ക് കൊണ്ടുപോവുകയാണോ പാർട്ടിയെ ഈ വിഷയം എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ സുരേഷ് കുമാർ ഒറ്റപ്പാലത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ സുരേഷ് കുമാർ, എം ലോറൻസിൻ്റെ വീട്ടിൽ നിന്ന് നാടകീയമായ അല്ലെങ്കിൽ ആ പൊതുദർശന സ്ഥലത്ത് നാടകീയമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ ശരീരം വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള സംഘർഷ സമാനമായ സാഹചര്യങ്ങളൊക്കെ കണ്ടു. ഇതെന്താണ് ഇതിൻ്റെ ഒരു സൂചന? വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു സംഘർഷമായി വേണമോ ഇതിനെ കാണാൻ? സാർ, വിശ്വാസം എന്ന് പറയുന്ന ഒരു ഇതിനകത്തും സമൂഹം ഒരു കാര്യമാണ് വിശ്വാസം എന്നുള്ളത്. പക്ഷേ ഈ നിയമമായി എനിക്ക് തോന്നുന്നത് താങ്കളുടെ ഫോണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പറയൂ. കേൾക്കേണ്ടത് സാർ. അപ്പൊ ഈ വിശ്വാസവും നിയമവും തമ്മിൽ എന്തിനാണ് സാർ കൂട്ടിക്കുഴയ്ക്കുന്നത്? അവര് മതപരമായിട്ട് അവര് ആഘോഷിക്കല്ല, മറ്റേ മൃതദേഹത്തെ സംസ്കരിക്കട്ടെ. അതിന് നമ്മൾ കോടതി ആയാലും ആരായാലും അതിനെ ഇടപെടുന്ന എന്താ വലിയൊരു ഇത് അത് ചെയ്യരുത്. അത്രയാണ് നമ്മുടെ അഭിപ്രായം. അവരും മകളും അവരൊക്കെ പറയാമല്ലോ, അതല്ലേ സാർ അതിന്? യെസ്, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സുരേഷ് കുമാർ പറയുന്നത് അത് വിട്ടുകൊടുക്കണം എന്ന തരത്തിലാണ് മകളുടെ ആഗ്രഹപ്രകാരം. ഏതായാലും ഈ മകളും ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരിക്കുന്നു. അവസാന യാത്രയപ്പും ചതിയിലൂടെ അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ മെഡിക്കൽ കോളേജിന് ദാനം കൊടുക്കാൻ. അപ്പനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തെ അടക്കിയത് കലൂർ പൊറ്റക്കുഴി പള്ളി സെമിത്തേരിയിലാണ് എന്ന് ഫേസ്ബുക്കിൽ കുറിക്കുന്നു മകൾ. ശ്രീ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ഈ സവിശേഷ സാഹചര്യത്തെ ശ്രീ രാധാകൃഷ്ണൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഭാവി നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏറി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ ആദർശപരമായിട്ടുള്ള വിപ്ലവകാരികൾ ഇപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്നവർ പലരും ഈ ഉടമ്പടി കരാറിൽ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവരുടെയൊക്കെ മരണം വരുന്ന സമയത്ത് ഇത് വളരെ സങ്കീർണമായിട്ട് മാറാൻ പോവുകയാണ്. ആ സങ്കീർണമായിട്ട് മാറാൻ പോകുന്ന കാരണം എന്തെന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് കണ്ടോ. ഇപ്പോൾ മാറി വരുന്ന വിപ്ലവത്തിൽ വിശ്വാസവും വിശ്വാസത്തിൽ വിപ്ലവവും ഒക്കെ വരുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോയി. ഇതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ കുഴപ്പമാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ആദർശത്തെ ബലി കഴിച്ചുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. ലോറൻസ് എന്ന് പറയുന്നത് അദ്ദേഹം അതിന്റെ ലീഗലി ഉടമ്പടി സാധാരണ ഉണ്ടല്ലോ, അതിന് ചുമ്മാ വാഗോണ്ട് പറയുന്നതല്ലോ. ആ ഉടമ്പടി എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണുമല്ലോ. നിയമപ്രകാരം അതൊരു ഇതിന്റെ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉടമ്പടി കാണും. നമ്മൾ കണ്ണുദാനം ചെയ്താലും അങ്ങനെയാണല്ലോ. അത്തരത്തിലുള്ള പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പറിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ മരിക്കുമ്പോൾ എന്റെ ബോഡി എന്തോ ചെയ്യണമെന്ന് പറയാനുള്ള എന്റെ ബോഡിക്ക് എനിക്ക് സ്വന്തമാണെന്ന് പറയാൻ അവകാശമല്ലേ സാർ? ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. എന്റെ ബോഡിക്ക് എനിക്കാണ് അവകാശം. ഞാൻ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മക്കൾക്ക് പിന്നെ അവകാശമില്ല. മക്കളുടെ ബോഡിയുടെ കാര്യം മക്കൾ നോക്കിയാൽ മതി. അതെ, പക്ഷേ ഇപ്പൊ കോടതിയും പുതിയ നിയമങ്ങളിലേക്ക് അവയവദാനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞിടയ്ക്ക് വന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മക്കളുടെയും കൂടി ഒരു ഒപ്പീനിയൻ നേരത്തെ തന്നെ അതിൽ അനുമതി വാങ്ങി വെക്കണം എന്നൊക്കെ തരത്തിൽ വരുന്നുണ്ട് ഈ അവയവദാനങ്ങളുടെ കാര്യത്തിൽ. അതിൽ തടസ്സമുണ്ട്. മുൻകാലി പ്രാബല്യമുണ്ട്. പുതിയ നിയമം അമെന്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീടേ പറ്റൂ. അന്ന് ഈ അദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് എന്താണോ
നിയമപരമായ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഉടമ്പടി എന്താണോ അതിനനുസരിച്ച് ഇപ്പൊ നടക്കൂ. പുതിയ അമിറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ആലോചിക്കും. ഇപ്പൊ ആ ബോഡി നിയമപ്രകാരം എന്റെ സാമാന്യ ബോധം വെച്ചാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം. പക്ഷെ അതിൽ എനിക്കുള്ള ഒരു ചെറിയ സംശയം, ഈ ആഗ്രഹം തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് രേഖയുണ്ട് കോടതിയുടെ മുന്നിൽ? അല്ല, അദ്ദേഹം ഉടമ്പടി ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കില്ല. അതല്ലേ പ്രശ്നം. ഒരു രേഖയില്ല. അങ്ങനെ ചുമ്മാ അങ്ങ് വാവുകൊണ്ട് പറയുകയാണോ? അത് മക്കളോട് പറഞ്ഞു എന്നാണ് ഒരു മകൻ സജീവൻ പറയുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അദ്ദേഹമാണ് ആത്മകഥ എഴുതുന്ന ഘട്ടത്തിലൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ആത്മകഥയിൽ അങ്ങനെ എഴുതിയിട്ടുമില്ല. അപ്പൊ അത് വലിയ പ്രശ്നത്തിലേക്ക്. ഒരു സത്യം പറയട്ടെ, ഇത് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു വിശ്വാസമാണ്. അദ്ദേഹം കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ പാർട്ടിയായിട്ട് അകന്നു നിൽക്കുകയാണ്. അതിൽ നിന്നുണ്ടായ അന്തഛിദ്രം മാത്രമാണിത്. അവരിപ്പോൾ പാർട്ടി, ആ കുടുംബം ഒന്നും പാർട്ടിയല്ല. അതിന്റെ എന്നെക്കാളും താങ്കൾക്ക് അറിയാം ഇടക്കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ. അതിൽ നിന്നുണ്ടായ ഒരു ചേതോവികാരമാണ്. എം ലോറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്ത ബോഡി ഇപ്പൊ വിട്ടുകൊടുക്കണമെന്ന് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് വല്ല നിർബന്ധമുണ്ടോ? അദ്ദേഹത്തിന്റെ ആദർശം അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടെങ്കിൽ അവർ കുഴിച്ചു മൂടട്ടെ, വിട്ടുകൊടുക്കണം, അതാ വേണ്ടത്. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന അന്തഛിദ്രത്തിന്റെ ഭാഗമാണ് സാറേ. ഞാൻ രാഷ്ട്രീയക്കാരനാണ്. ഇതൊക്കെ പാർട്ടികൾ സ്റ്റേണിറ്റിയുടെയും സ്റ്റെബിലിറ്റിയുടെയും കാര്യത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവസരവാദം കളഞ്ഞിട്ട് സ്റ്റേണായിട്ടുള്ള തീരുമാനം എടുക്കണം. മടിയിൽ കനവില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ പാർട്ടികൾ തയ്യാറാവണം. അപ്പോൾ ആരും ഒരു മക്കളും. താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ തങ്കപ്പൻ കോട്ടയത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ തങ്കപ്പൻ രാഷ്ട്രീയ പ്രവർത്തകനാണോ? ശ്രീ തങ്കപ്പന് കേൾക്കാമോ? എനിക്ക് തോന്നുന്നത് അദ്ദേഹം ടി വിയിൽ ശ്രദ്ധിക്കുന്നു എന്നാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശശിധരൻ അല്ലേ? ശ്രീ ശശിധരൻ വയലാറിൽ നിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം മനു. നമസ്കാരം ശ്രീ ശശിധരൻ. ഒരു ധർമ്മസങ്കടത്തിലാണ് ശശിധരൻ. എന്താ പറഞ്ഞാൽ പരേതാത്മാവിന് നിത്യശാന്തി നേരുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതിപ്പോ അതുപോലും കിട്ടാത്ത അവസ്ഥയിലോട്ട്. കാരണം നമ്മൾ സാധാരണ പറയുമല്ലോ പരേതാത്മാവിന് നിത്യശാന്തി നേരുന്നു. അങ്ങനെ മരിച്ചിട്ട് പോലും അങ്ങനെ സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറെ കാലമായി ഈ സമാധാനം ഇല്ലാഞ്ഞൊരു നേതാവായിരുന്നു. കാരണം അങ്ങേര് ഇവിടെ കഴിച്ചുകൂട്ടിയ കാലത്തൊന്നും ഈ പാർട്ടിക്കാർക്ക് ഇവർ ഇടിയും ബഹളമൊന്നും ഇല്ലായിരുന്നു അങ്ങേർക്ക് വേണ്ടിയിട്ടൊന്നും. മരിച്ചു കഴിയുമ്പോഴാണല്ലോ അവകാശികൾ കൂടുന്നത്. അല്ല, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി 95 വയസ്സൊക്കെ ആയല്ലോ. മനുവിന് ഓർമ്മയുണ്ടോ? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ സ്ത്രീക്ക് ജോലി ഉണ്ടായിരുന്ന പാർട്ടിക്കാർ പ്രകാരം കളയിച്ചു എന്നുള്ളതൊക്കെ ഒരു വാർത്തയൊക്കെ വന്നായിരുന്നു. മാത്രമല്ല അവരന്ന് BJP-യിലേക്ക് ഒരു മകൻ അഡ്വക്കേറ്റ് അബ്രഹാം BJP-യിലേക്ക് പോകുന്നു. ഒരാൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ഒരു BJP-യിലോ കോൺഗ്രസിലോ അല്ലെങ്കിൽ വേറെ നക്സലൈറ്റിലോ എവിടെയെങ്കിലും നക്സലൈറ്റ് പോട്ടെ, വേറെ ഏതെങ്കിലും ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ചേരാനുള്ള ബാധ്യത അവർക്ക് അവകാശം ഇല്ലേ? പാർട്ടിക്കാരനെയാണ് ഈ കുടുംബത്തെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ഒരു കഴിവ് വേണം. അതാണിപ്പോ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് ഇല്ലാതെ പോയത്. ഞാൻ പറഞ്ഞ മണ്ണിന് മനസ്സിലാവുന്നുണ്ട്. ഒരു കുടുംബത്തെ ശിഥിലമാക്കാനേ ഇവരെ കൊണ്ട് നടക്കുള്ളൂ, ഐക്യത്തോടെ കൊണ്ടുപോകാൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ആത്മാവിന് നിത്യശാന്തി പോലും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. ഇത് ഇപ്പൊ വേറൊരു പൊറാട്ട നാടകമായിട്ട് മാത്രം മാറി വാശിയും ദുർവാശിയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കലാണ്. എന്ത് അധികാരമാണ് നാട്ടുകാർ കിടന്നിട്ട് അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്? അവരെ കുടുംബ പ്രശ്നം അവർ തീർക്കട്ടെ. നീ അല്ലേ നല്ലത്, അല്ലേ മാന്യത. ഏതായാലും വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഒരു വലിയ ദുരവസ്ഥ തന്നെ കേട്ടോ അല്ലേ? ഒരു രാജ്യത്തെ ഒരു പ്രമുഖനായ വിപ്ലവകാരി അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം ഒരു മകനോട് പറയുന്നു, പക്ഷേ വേറൊരു മകൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടാകുന്നു. അവർ തമ്മിലൊരു തർക്കം വരുന്നു, സംസ്കാര ചടങ്ങുകൾക്ക് അതൊരു വിവാദത്തിലേക്ക് നീങ്ങുന്നു. എന്ത് തോന്നുന്നു ശ്രീ ദാസൻ, ഇത് എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് കരുതേണ്ടത്? ഇതിപ്പോ ഒരു മോക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇത് നടക്കൂല. കാര്യം ഈ പാർട്ടി മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പറയാം, നമ്മൾ ഈ കൃഷ്ണപിള്ള മുതല് നമ്മൾ ഇന്നത്തെ അഴീക്കോട് മരിച്ച അഴീക്കോടിന്റെ ഇത് മുതല് EMS-ഓ AKG-ഓ നായനാറോ ചടയങ്കോന് ആരെങ്കിലും ശവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടിന്റെ തോന്നിവാസമാണ്. കാര്യം ഈ കുറെ. ദാസൻ ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കണം. ശ്രീ സജീവൻ ലോറൻസിന്റെ മകന്റെ പ്രതികരണമുണ്ട്, നമുക്കൊന്ന് അത് കേൾക്കാം. തീരുമാനം എടുക്കണമെങ്കിൽ എല്ലാവരും കൂടിച്ചേർന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ വേണം. അവളായിട്ട് ഇതുപോലെ കൂടിച്ചേർന്ന് പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല ഈ 10-15 വർഷം. പലപ്പോഴും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അബ്നോർമലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. ഇതുവരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് പലപ്പോഴും കേസുകൾ വന്നിട്ടുണ്ട്. ആ കേസുകൾ പലതൊന്നും ഈ കുട്ടിയുടെ വേർഡിങ്സോ അവളുടെ വായിൽ നിന്ന് വരുന്ന കണ്ടൻറ്റോ അല്ല അതിൽ വന്നിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്സും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വേർഡ്സും സെൻറ്റൻസും പാരഗ്രാഫും അത് കണ്ടൻറ് എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള മനസ്സിലാവും. ആരാണ്
ഇതിന് ഇൻസ്റ്റിഗേഷൻ നടത്തുന്നതാണ് മനസ്സിലാവും. ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് മനസ്സിലാവും. കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല. കയ്യാങ്കളിയിലേക്ക് പോവില്ല. അങ്ങനെ കയ്യാങ്കളിയിലേക്ക് പോയാൽ നേരിടാനുള്ള തയ്യാറെടുപ്പ് ഇപ്പുറത്തുണ്ട്. ആശയുടെ മകനൊന്നും കയ്യാങ്കളിക്കൊന്നും പറ്റില്ല. കൊച്ചുകുട്ടിയാണ്. വല്ല ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാം, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം എന്നല്ലാണ്ട് കയ്യാങ്കളിക്കൊന്നും പോകാൻ പറ്റില്ല. അതിനുള്ള സാഹചര്യമില്ല. ഇവിടെ കയ്യാങ്കളി ഉണ്ടായിട്ടില്ല, അതിനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഔട്ട് ബസ്റ്റ് അത്ര, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പുറത്തുനിന്നുള്ള ആരൊക്കെയോ BJPക്കാർ ഇടയ്ക്കൊന്ന് കയറി വന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. അവിടെ അവർ വിളിച്ചുകൊണ്ട് പോയിന്നോ എന്നൊക്കെ പറയണ്ടായിരുന്നു. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇത് RSS സ്പോൺസേർഡ് ആയിരുന്നു ഇഷ്യൂ ഉണ്ടാക്കിയത്, RSS ഇൻസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ഇതുപോലെ പല സ്ഥലത്തും അതിൻ്റെ ശരി തെറ്റുകളൊക്കെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. RSS ആണോ ചെയ്തത്, RSS അല്ലേ ചെയ്തത്, ഇനി അല്ലാണ്ട് നാച്ചുറലായിട്ട് ഉണ്ടായ. അപ്പോൾ ഇത് പലതരത്തിലും പല സ്ഥലത്തും ഇത്തരം സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായാലും അതിനുള്ള ചെറിയ ശ്രമം ചിലപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ടാവും. സ്പോണ്ടേനിയസ് ആയിട്ട് അതാണ് സജീവിന്റെ ഒരു വലിയ ആരോപണം. ഇതിന് പുറകിൽ രാഷ്ട്രീയമുണ്ട്, RSS ഉണ്ട് എന്നാണ്. ഡേവിഡ് എന്നൊരു പ്രേക്ഷകൻ പള്ളുരുത്തിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡിന് എന്ത് തോന്നുന്നു? ഇത് രാഷ്ട്രീയക്കാർ ഈ മൃതദേഹം ഹലോ, എനിക്ക് വളരെ വിഷാദമുണ്ട് ഇത് കാണുമ്പോൾ. കാരണം ഞാൻ 77 ഇവിടെ ഡിഗ്രി കഴിയുമ്പം അതിന് മുമ്പായിട്ടെന്ന അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപ് അന്ന് രാജേന്ദ്ര മൈതാനത്ത് എനിക്ക് കുറച്ച് സമയം തരണം. കാരണം വളരെ ഞാൻ ഒരു എറണാകുളത്തുകാരനായതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടും എനിക്കത് അദ്ദേഹം അന്ന് EMSനെ കൂടെ ഇരുത്തി സംസാരിച്ചിട്ട് അന്ന് ഭയങ്കര ഡിഫൻസിൽ സംസാരിച്ച് ഈ എറണാകുളത്ത് ഈ സമുദായത്തിന്റെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്താന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നുമല്ല അത്. കാരണം ഞാൻ എപ്പോഴും ഈ സമുദായം ചുവപ്പ് കണ്ടാൽ സ്പാനിഷ് ആളെ കുത്താൻ വരുന്ന കൂട്ട് കുത്താനും എന്ന് പറഞ്ഞ് മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമുദായമായിരുന്നു അത്. കുറച്ച് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകൊണ്ട് അവർക്ക് പള്ളി കൊണ്ടുപോകണം എന്ന് പറയും. അല്ലാതെ ഇതിലേക്ക് രാഷ്ട്രീയം കലർത്തി ഇനി എനിക്ക് കാണാൻ തോന്നുന്നില്ല. ഉച്ചയ്ക്കൊന്ന് വിശ്രമിച്ച് എണീറ്റപ്പോഴാണ് ഞാൻ TV തുറന്നപ്പോൾ ഈ സീനുകളൊക്കെ കാണുന്നത്. വളരെ പ്രയാസമുണ്ട്. അന്ന് ഇദ്ദേഹം പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞ അതിന്റെ ആവേശം കഴിഞ്ഞ അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ അങ്ങനെ ആയിപ്പോയി. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നതുകൊണ്ട് വയറ്റിപ്പഴപ്പ് ഒരു പ്രശ്നമായതുകൊണ്ട് പിന്നെ AKGയുടെ ഡെഡ് ബോഡി അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പള്ളുരുത്തി വഴി എവിടെ വെച്ചിട്ട് മരിച്ചു കഴിഞ്ഞ് കൊണ്ടുപോകുന്ന ഡെക്കറേറ്റഡ് വാനൊക്കെ കാണുമ്പോൾ അന്നത്തെ സംഭവങ്ങൾ ഇന്നും നമ്മുടെ ഓർമ്മയിൽ വരികയാണ്. ഇതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടതല്ലേ? ഈ ഫാമിലിയിലുള്ളവരെ ഇങ്ങനെ ചെയ്യുന്നത്. അത് ചൈനീസ് തത്വജ്ഞ കൺഫ്യൂഷ്യസ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, റെസ്പെക്ട് ദി സ്പിരിറ്റ് ബട്ട് കീപ് ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ്. സ്പിരിച്വാലിറ്റി നല്ലതാണ്, പക്ഷെ അത് ഒരു അകലത്തിൽ നിർത്തണം. അതുകൊണ്ട് എനിക്ക് ഇനി എന്താ പറയുന്നത്, നമുക്ക് ഇന്ന് വളരെ പ്രയാസം തോന്നി ഇത് കണ്ടപ്പോൾ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ഡേവിഡ് ആ പരിസരത്ത് അല്ലെങ്കിൽ ആ ജില്ലയിലുള്ള ആൾ കൂടിയാണ്. അക്ബർ അലി എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. പാലക്കാട് നിന്നാണ് അക്ബർ അലി വിളിക്കുന്നത്. ശ്രീ അക്ബർ അലി, ഈ ദൃശ്യങ്ങൾ സത്യത്തിൽ ആരെയും വേദനിപ്പിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, മക്കൾ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്തവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അന്ന് എബ്രഹാം BJPയിൽ ചേർന്നു എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നെ മകളുടെ മകനും മിലൻ ഒക്കെ BJPയിൽ പോയി എന്നൊക്കെ പറഞ്ഞു അന്നൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സമരവേദിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ശ്രീ MM ലോറൻസ് കേരളത്തിൽ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നടത്തിയ അദ്ദേഹത്തിൻ്റെ സമര ജ്വാല എല്ലാവരും ഓർക്കുന്നതും ആണ്. ശ്രീ അക്ബർ അലി ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്? എന്താ സാർ, ഇതൊക്കെ മക്കളുടെ ഓരോ അഭിപ്രായം. മക്കൾ ചെയ്ത് ഒട്ടും ശരിയായില്ല. കാരണം എന്താ, ഇത്ര വലിയൊരു നേതാവ് അദ്ദേഹം മരിച്ചയാളെ കൊണ്ട് രാഷ്ട്രീയം കലർത്തി ഒട്ടും ശരിയായില്ല. കാരണം എന്താ, മക്കൾ ഏതോ പാർട്ടിക്കാരാകട്ടെ മരിക്കുന്ന സമയത്ത് ഇതൊക്കെ വന്നിട്ട് രാഷ്ട്രീയം കളിക്കുക പറഞ്ഞാൽ ഒട്ടും ശരിയായില്ല. അദ്ദേഹത്തിനെ പോലുള്ള നേതാവിനെ ഇങ്ങനെ ഒട്ടും ശരിയായില്ല, ബഹുമാനിക്കുന്നതിന് തുല്യമായി പോയില്ലേ? വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാഷ്ട്രീയം കളിക്കാൻ പാടില്ല, രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല അതൊന്നും. യെസ്, 1980 മുതൽ 84 വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു MM ലോറൻസ്. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അറസ്റ്റിലായ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് അദ്ദേഹത്തെ അടിച്ച് ചങ്ങലക്കിട്ട് റോട്ടിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പിന്നീട് പലരും ഓർത്തെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രതീഷ് എന്നൊരു പ്രേക്ഷകൻ പെരുമ്പാവൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രതീഷ് എറണാകുളം ജില്ലക്കാരനാണ്. ഈ വിഷയങ്ങൾ ഒരുപക്ഷെ അറിയാവുന്ന ഒരാളായിരിക്കാം. എന്തു തോന്നുന്നു ഈ വിവാദമൊക്കെ കണ്ടതിന് ശേഷം? അവിടെ എന്താണ് സംഭവിക്കുന്നത് രതീഷ്? ഇതിപ്പോ മക്കളുടെ ഭാഗത്ത് കുറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ മക്കളുടെ ഭാഗത്തുള്ള ഭിന്നിപ്പുകൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്നാല്
അവിടെ മാർക്സിസ്റ്റുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണിക്കണ മുദ്രാവാക്യവും കാര്യങ്ങളും ഒക്കെ ഒരു മകള് വന്നിരിക്കുമ്പോ ഈ ചുറ്റും കൂടി നിന്ന് സാധാരണഗതിയിൽ 3 പ്രാവശ്യമാണ് സാധാരണ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇത് ഇവരെ കൊണ്ടൊന്നും പറയാൻ അനുവദിക്കാത്ത രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ മഹാപോകൃതരാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാർ ചാനലിലേക്കാണ് കാര്യങ്ങളൊക്കെ അറിയണത്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നണ ഒരു ശരിക്കും പറഞ്ഞ ഒരു മാർക്സിസ്റ്റുകാരന്റെ ശവമടക്ക് ഈ രീതിക്ക് ആയി കാണുമ്പോൾ നമ്മള് ജനങ്ങൾ കാണുകയാണ്. സംഭവം എല്ലാവരും അറിയണമല്ലോ. അപ്പൊ എല്ലാവരും ചാനലിലേക്കൂടെ അറിയണം. അപ്പൊ ഒരു മാർക്സിസ്റ്റുകാരന്റെ ശവമടക്ക് എങ്ങനെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഒരു മാർക്സിസ്റ്റുകാരനാവണോ വേണ്ടിയോ, ഇനിയുള്ള വരും തലമുറ ഇങ്ങനെ മാർക്സിസ്റ്റുകാരനാവണോ വേണ്ടിയോ തീരുമാനിക്കട്ടെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഇത് കുടുംബം വേറെ അതിൽ കൂടുതലൊന്നും പറയാൻ ചുരുങ്ങിയ വാക്കുകളിൽ തീർക്കുകയാണ്. കാരണം അത്രയ്ക്കും വികാരഭരിതമായിട്ടാണ് നമ്മൾ ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയകുമാർ, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. അത് ഈ മകൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു, ഹിന്ദു ആയിരുന്നെങ്കിൽ പയ്യാമ്പലത്തോ ബീച്ചിലോ തിരുനാവായിലോ കൊണ്ടുപോയി അഗ്നിക്ക് കൊടുക്കുമായിരുന്നു, എൻ്റെ അപ്പൻ ക്രിസ്ത്യാനിയായി പോയി എന്ന്. ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇടുക്കിയിലെ ആദ്യത്തെ ഒരാളായിരുന്നു പുള്ളി. അതെ, 80 കാലഘട്ടം മുതൽ ഞങ്ങൾ അവിടെ സർവീസിലിരുന്നപ്പോൾ അവിടുത്തെ ഒരു ആദ്യത്തെ ആളായിരുന്നു പുള്ളി. അതെ അതെ. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് സാറേ, ഇവരൊരു കോടതി വിധിയായിട്ടാണ് വന്നത്. അപ്പോഴെങ്കിലും ഇവർക്ക് ഈ കയ്യാങ്കളി ഒഴിവാക്കാമായിരുന്നു. കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന അവസാന കാലഘട്ടത്തിലൊന്നും പാർട്ടിയായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അത് അങ്ങനെയാണോ? അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക സമിതികളിൽ നിന്നൊക്കെ ഒഴിവായി അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. അങ്ങനെയാണ് കടന്നെങ്കിലും സാറേ അങ്ങനത്തെ ഇടക്കിടയ്ക്കുള്ള പ്രസ്താവനകള് ഒന്നും പാർട്ടിയോട് യോജിച്ചു പോകുന്ന പ്രസ്താവനകളല്ലായിരുന്നു. പിണറായി കമ്മ്യൂണിസം അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്ന ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. പിന്നെ എന്തെങ്കിലും ഈ കോടതി ഒരു വിധി പറഞ്ഞതല്ലേ, അപ്പൊ മകളല്ലേ, എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ആരോടെങ്കിലും പറഞ്ഞതായിട്ടോ എന്തെങ്കിലും ഒരു സമ്മതപത്രമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതി ഇത് പറയില്ലായിരുന്നല്ലോ. അപ്പോഴത്തേക്ക് അവര് മക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. പാർട്ടിക്കാർ അവരെ കാര്യം കഴിഞ്ഞ് പോകേണ്ടതാണ്. ഇവിടൊക്കെ കയ്യാങ്കളിക്കും ഇംഗ്ലാവ് വിളിച്ചും രക്തസാക്ഷി ഉണ്ടാക്കാൻ, ഇനിയൊരു രക്തസാക്ഷി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിക്ക് ഇറങ്ങണ്ടായിരുന്നു. ഇതിന് പേരെ വലിയ നാണക്കേടായി പോയി എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് വളരെ കഷ്ടമായി പോയി, അവമാനമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകും, പെട്ടെന്ന് മടങ്ങി വരും. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുന്നു. രാജൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജൻ ഒരു ഇടത് അനുകൂലിയായിട്ടാണ് പൊതുവെ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഈ സാഹചര്യം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇങ്ങനെ ഒരു യാത്രയപ്പി നാട് നൽകിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാർ, എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതിന് നന്ദി. അങ്ങേര് ജീവിച്ചിരുന്നപ്പോഴും പോളിറ്റ് ബ്യൂറോയിലും വെച്ചും ഒക്കെ ആൾക്കാരോട് പറഞ്ഞത് അങ്ങേരുടെ ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം തന്നെയാണ്. അത് പറഞ്ഞ പ്രസംഗങ്ങളും ഉണ്ട്. പക്ഷേ 2 മക്കളും അതനുസരിച്ച് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പം ഇളയ ആള് ആശ എന്ന് പറഞ്ഞ ആള് മൂത്ത ആളാന്ന് തോന്നുന്നു, ഇടയ്ക്കത്തെ ആള് ആശ എന്ന് പറഞ്ഞ ആള് പോയി BJP ചേർന്നു. ആ ചെറുക്കനും കൊച്ചിയെറുക്കനും പോയി ചേർന്നു. അവരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച ആള് പറഞ്ഞു അവസാന നാളിൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടാണ് പുള്ളി പറഞ്ഞത്. ഇപ്പം ജീവിച്ചിരിക്കുന്ന കെ മുരളീധരൻ പ്രായമൊന്നും ആയില്ല, കോൺഗ്രസിനെതിരെയായി ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇന്നും പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, മിനിഞ്ഞാന്നും പറഞ്ഞു. അപ്പൊ അതൊക്കെ അങ്ങനെ നടക്കും ഒരു വഴി കൂടെ. അങ്ങനെ 2015 ശേഷം തീരെ വയ്യാതെ അങ്ങർക്ക് ഇതൊന്നും ബാധിച്ച് വെറുതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനെ വീണ്ടും തിരിച്ചു. എന്നിട്ട് അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസ് ഓടിച്ചിട്ട് തല്ലി ജയിലിൽ കിട്ടതാ 2-3-6 മാസം. ഇതൊന്നും എല്ലാരും മറന്നുപോയി. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഒരാൾ എതിർത്താൽ എന്റെ അഭിപ്രായം അനുസരിച്ച് ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പാടില്ലെന്നാണ്. 3 മക്കളിൽ ഒരാൾക്ക് എതിർപ്പുണ്ട്. 3 പേരും കൂടെ സമ്മതിച്ചാലേ പിന്നെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ പറ്റൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി. ശ്രീലേഖ ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നു. ശ്രീമതി ശ്രീലേഖ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
അവിടെയൊക്കെ ഈ സ്വാഭാവികമായി മലയാളികൾക്കിടയിലൊക്കെ ഈ വിഷയം ചർച്ചയായോ? എന്താണ് അവിടെ നിന്നൊക്കെയുള്ള ആളുകളുടെയൊക്കെ ഒരു പൊതു പ്രതികരണം ശ്രീമതി ശ്രീലേഖ? അതെ, ന്യൂസ് ചാനലിൽ കൂടെ ഇപ്പൊ എല്ലാവരും അറിഞ്ഞു കാണും മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ ഈ ലോകത്തിൽ അവിടെയെല്ലാം. ഇപ്പോൾ ഈ സംരക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന്റെ കഴിഞ്ഞു, ബഹുമാനപ്പെട്ട ലോറൻസ് സാറിന്റെ രാഷ്ട്രീയ ജീവിതം കഴിഞ്ഞു. ഈ സമയത്ത് മകൾ പറയുന്നത് മൃതദേഹം വിട്ടുകൊടുക്കരുതെന്നാണ്. കുടുംബമാണ് ഏറ്റവും വലുത് ഒരു മനുഷ്യന്റെ. അത് അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയമായാലും ഏത് ഉന്നത പദവി, ഏത് വിധത്തിലുള്ള പദവികളും അത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ മകൾ പറയാണ് എന്റെ അച്ഛന്റെ ശരീരം എനിക്ക് വിട്ടു തരണം പറഞ്ഞ് കൊടുക്കുക തന്നെ വേണം, അതാണ് ഉചിതം. അത് കഴിഞ്ഞ കുടുംബമാണ് ആദ്യം മുൻഗണന, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം വരുന്നുള്ളൂ. അതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, അതാണ് ഉചിതമെന്ന് തോന്നുന്നത്. ഇത്രയുള്ളൂ പറയാൻ. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അരുൺദാസ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ അരുൺദാസ് ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? അരുൺദാസ് രാഷ്ട്രീയ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ? അതെ അതെ, ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ വിഭിന്ന രാഷ്ട്രീയമാണെങ്കിലും ഇത് വളരെ കഷ്ടമായി പോയി ഇങ്ങനെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പൊളിറ്റിക്സ് എന്തോ ആയിക്കോട്ടെ, പൊളിറ്റിക്സ് അല്ലല്ലോ വലുത്. നമുക്ക് ഒരു എത്തിക്സ് ഇല്ലേ, ആ എത്തിക്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇത് ഒഴിവാക്കാമായിരുന്നു. ആ കുട്ടി, ആ ഇളയ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കൺഫൈസ്നസ് രൂപത്തിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ട് ഇത് ഇരുത്താതെ, ഇപ്പൊ തന്നെ മൂത്ത മോൻ പറയുന്നത് കേട്ടാൽ പുള്ളി അപ്പുറത്ത് ഇതുണ്ടെങ്കിൽ ഇപ്പുറത്തും ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. രണ്ട് രീതിയിൽ അവര് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പൊ അങ്ങനെയൊന്നും ആവരുത്. നമ്മൾ ഒരു കൺസൈഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ, ഇപ്പം പാർട്ടിയും അതിനകത്ത് ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ പാർട്ടി അത്രയും ഒരു ഷോ അവിടെ കാണിക്കരുതായിരുന്നു. ആ മോൾ അവിടെ അത്രയും ഇതായിട്ട് കിടക്കുമ്പോൾ അത്രയും ഒരു ഷോ അതിനകത്ത് കാണിച്ചതിൽ വളരെ ദുഃഖമുണ്ട്. എന്ന് വെച്ചാൽ പെണ്ണുങ്ങളാണ് അവിടെ അത്രയും ഇത്രയും ഒച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചത്. അതൊരാവശ്യമില്ലാത്തതായിരുന്നു. അത് അവരൊഴിഞ്ഞു പോയിട്ട് ഇവര് തമ്മിൽ ഒരു കൺസൈഷൻസ് ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും അതല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുദീപ് തൃശ്ശൂരിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ സുദീപ്, ഒരു മകൾ ആഗ്രഹിക്കുന്നത് അപ്പൻ ബൈബിൾ വായിച്ച് സ്തുതി കൊടുത്ത് ചുംബിച്ചിരുന്നു, അതുകൊണ്ട് അവർക്ക് ആ ഒരു ക്രൈസ്തവ രീതിയിലുള്ളൊരു സംസ്കാരം വേണം, മാത്രമല്ല ഈ സങ്കീർത്തനം വായിച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മറുവശത്ത് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള മകൻ വേറൊരു നിലപാട് എടുക്കുന്നു. അച്ഛൻ അതാണ് പറഞ്ഞിരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ എന്താണ് താങ്കൾക്ക് ഇത് സംബന്ധിച്ച് തോന്നുന്നത്? ഇത് എം ലോറൻസിനോടുള്ള ഒരു അവഹേളനമായി പോയോ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ? പാർട്ടി ഓരോ തവണയും ഇതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് മത്തായി ചാക്കോ മറ്റേ നിര്യാതനായപ്പോൾ ഇതേപോലെ ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അറിയാലോ, മറ്റേ ആസ്പത്രിയിൽ വെച്ചിട്ട് ഇതേപോലെ മരണ ശുശ്രൂഷ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എത്ര നീചമായിട്ടാണ് അന്നത്തെ അതിരൂപത ഫാദറിനെ പറഞ്ഞത്. നികൃഷ്ടജീവി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അത് എന്താണ് ബൈബിൾ കേൾക്കണമെന്ന്. പിന്നെ ഇന്നത്തെ ഒരു വിഷയം, അത് ഒരു മരണം ഏറ്റവും അത്യന്തം വൈകാരികമായ ഒരു സമയമാണ്. കാരണം ഒരു മൃതദേഹത്തോട് ചെയ്യാവുന്ന നമുക്ക് ആദരവ് അർപ്പിക്കുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൃതദേഹം സ്റ്റേറ്റിന്റെ പൊതുസ്വത്താണ്. പക്ഷെ അത് മക്കൾക്ക് അല്ലെങ്കിൽ ഉറ്റവർക്ക് അവരുടെ വിശ്വാസപ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വിട്ടുകൊടുക്കുന്നു എന്നതാണ്. അപ്പൊ അതൊരു മകളുടെ ഒരു അഭിപ്രായം കൂടി അവിടെ നമുക്ക് ആഗ്രഹമാണ്. കാരണം ഒരു മകള് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മകളുടെ വാക്ക് പോലും നമുക്ക് മുകളിലേക്ക് എടുക്കണം. കാരണം ഈ ലോറൻസിനോട് പാർട്ടി ചെയ്തത് എന്താ, പാലക്കാട് സമ്മേളനത്തില് വെട്ടിനിർത്തപ്പെട്ട് CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കി അവസാനത്തെ അഭിവാദ്യം പോലും അർപ്പിക്കാൻ അദ്ദേഹം നിൽക്കാതെയാണ് അദ്ദേഹം ഇറങ്ങി പോകുന്നത്. ഓരോ കാലഘട്ടത്തിലും പാർട്ടി അദ്ദേഹത്തോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. താങ്കൾക്കറിയാമല്ലോ. ഹലോ, അത് പാർട്ടിക്ക് ഓരോ അത് ഓരോ അവർക്ക് ഉള്ളിലെ കാര്യം നമ്മളിപ്പോ കാര്യം. അപ്പൊ ഇത് പാർട്ടിയുമായിട്ട് ഇപ്പൊ 2015 തൊട്ടിട്ട് അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. പാർട്ടിയുമായിട്ട് അത്ര വലിയ അടുത്ത് നിൽക്കുന്ന ഒരു ഇതല്ല. അപ്പൊ ഒരു മകന്റെ താല്പര്യപ്രകാരം മകൻ അതാണ് ആഗ്രഹം, മകൾക്ക് അതല്ല ആഗ്രഹമെങ്കിൽ അത് രണ്ടു കൂട്ടരെയും കൂടി അഭിപ്രായം തേടേണ്ടതല്ലേ. ഇതേപോലെ മത്തായി ചാക്കോക്ക് ഇതേപോലെ ഒരു ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓരോ തവണ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ഒരാളായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു? അതെനിക്കറിയില്ല. അത് സ്വാഭാവികമായി ഹിന്ദു വിഭാഗത്തിലായിരുന്നോ അങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ആശ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്.
അതെ, ഇത് ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ആശ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ വല്ല ചുടുകാട്ടിലോ അല്ലെങ്കിൽ മറ്റേ പയ്യാമ്പലം ബീച്ചിലോ ഇതേപോലെ സ്മൃതി മണ്ഡപം ഒരുക്കുമായിരുന്നു, അല്ലെങ്കിൽ മറ്റേ അന്ത്യോപചാരം അർപ്പിക്കുമായിരുന്നു എന്ന് ആശ തന്നെ മറ്റേ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആശയുടെ കൂടി അഭിപ്രായം ഓർക്കണം. കാരണം ഒരു മൃതദേഹം അച്ഛൻ മരിക്കുമ്പോ എത്ര മക്കളാണോ എല്ലാ മക്കൾക്കും തുല്യമാണ് അവകാശമാണ് ഉള്ളത്. ഏതായാലും വ്യക്തമാണ്, സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. പാർട്ടി ഒരു വിശ്വാസക്കുരുക്കിൽ പെട്ടോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. എം ലോറൻസിൻ്റെ സംസ്കാരം വിവാദമായപ്പോൾ അത് 87% ആളുകൾ പറയുന്നത് അതൊരു വിശ്വാസക്കുരുക്കായിപ്പോയി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് അവരുടെ നിലപാട്. അതേസമയം 13% ആളുകൾ നിഷ്പക്ഷ നിലപാട് എടുക്കുകയും ചെയ്തിരിക്കും. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.